ഈ പാതിരാത്രിക്ക് സഞ്ചിൻ തൂക്കി പിടിച്ച് ഞങ്ങളെല്ലാരും കൂടെ എങ്ങടാ പോണേന്നല്ലേ? ഞങ്ങൾ നാളെ ഒരു കല്യാണം കുറിക്ക് പോണാണ് കേട്ടാ. നാളെ ഉച്ചയ്ക്ക് കല്യാണം കുറിക്ക്. ഇത്ര നേരത്തെ പോണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊന്നല്ല കല്യാണം കുറിന്ന് മനസ്സിലായില്ലേ? എവിടെയാ? കാസർഗോഡ്. ഈ തൃശ്ശൂർന്ന് കാസർഗോഡ് വരെ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ലേ? ടെക്നോളജി ഇമാതിരി വേഗത്തിൽ വളരുന്ന കാരണം കൊണ്ട് നാളെ ഈ ദൂരം ഒന്നൊരു വലിയ വിഷയമാവാൻ സാധ്യതയില്ല. ലോകം ചെറുതായി കൊണ്ടിരിക്കല്ലേ. അല്ല, കല്യാണം കുറി ആരെയാന്ന് പറഞ്ഞില്ല, അത് നമ്മുടെ അനിയൻ്റെയാണ് കേട്ടാ. അങ്ങനെ ഞങ്ങൾ പാപ്പൻ്റെ കൂടെ എത്തിയപ്പോഴേക്കും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങളാ ലാസ്റ്റ്. ഒരു കണക്കിനത് നന്നായിട്ടാ. ഞാൻ എൻ്റെ പിള്ളേരും കൊണ്ട് ഇവിടെ നേരത്തെ എത്തിയിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പല സാധനത്തിൻ്റെ എണ്ണത്തിലും കുറവ് വന്നേനായിരുന്നു. ഈ കല്യാണത്തിന് ഈ സ്വർണത്തിന് ഒഴിവാക്കേണ്ട സമയമായി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം സ്വർണത്തിന് എന്താ വില. കിട്ടിയ ഗ്യാപ്പിന് ഇതേ മിഠായി അടിച്ചു മാറ്റി കണ്ണം ചേർക്കുന്ന എൻ്റെ മോനും. ഇവരൊക്കെ പേടിച്ചിട്ട് സൂര്യ വേഗം അത് കെട്ടിപ്പൂട്ടി വെക്കാട്ടാ. അങ്ങനെ സമയം ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. ചിത്തിണങ്ങി അവസാന ഘട്ട അലങ്കോലപ്പണികളിൽ ഒഴുകിയിരിക്കുക. അമ്മായും അമ്മയൊക്കെ വളരെയധികം കൗതുകത്തോട് കൂടിയാണ് നോക്കി നിൽക്കുന്നത്. കല്യാണത്തിന്റെ അന്നാണ് അമ്മ അച്ഛൻ ആദ്യമായിട്ട് കാണുന്നത്. അവർക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കുറച്ച് ട്രെൻഡൊക്കെ അറിയണ കലാവാസനയുള്ള പെങ്ങന്മാര് വീട്ടിലുണ്ടാവുന്നത് നല്ലതാട്ടാ. അല്ലെങ്കിൽ കയ്യിലൊരു പേഴ്സും ഒരു കൊടിയും പറ്റിയ ഒരു ടൗലായിട്ടായിരിക്കും ഞങ്ങൾ കയറിച്ചല്ല അവിടെ. ഇതിന്റെ അടുത്ത പാർട്ടാണ് കുറച്ചും കൂടി റിസ്ക്കും ടെൻഷനും ഉള്ളത്. ട്രെയിനിൽ ഇതിനൊരു അനക്കം തട്ടാണ്ട് കാസർഗോഡ് വരെ എത്തിക്കണ്ടേ? സാരില്ല, റിസ്ക് എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ കൂട്ടത്തിലുള്ള കാരണം കൊണ്ടും അവർക്ക് റിസ്ക് എടുത്ത് നല്ല പരിചയമുള്ള കാരണം കൊണ്ടും ഇതിനൊരു അനക്കം തട്ടാണ്ട് അവിടെ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. എങ്ങാനും ട്രെയിൻ നേരത്തെ വന്നാലോന്ന് വിചാരിച്ച് ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ. ഇനി ഞങ്ങൾ നേരെ വൈകിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തി. ഇതുവരെ കല്യാണ ചക്കനെ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അതിന് കാണിച്ചു തരാൻ അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവൻ വരുന്നുള്ളൂ. ദേ നോക്കിക്കോ, ദിവനാണ് ലവൻ. എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും മോശം ഘട്ടം ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളത് ഇവനാ. അത് കാരണം കൊണ്ട് എനിക്ക് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടർ. പെൺകുട്ടിയും ഡോക്ടറാട്ടാ. അവരൊരുമിച്ച് പഠിച്ചതാ. നേരം പോവാൻ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കാട്ടാ. അങ്ങനെ ട്രെയിനിൽ കയറി ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഞങ്ങൾ കാസർഗോഡ് എത്തിട്ടാ. കൊള്ളാലി പരിപാടി. വിചാരിച്ചത്ര ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള റൂമിൽ പോയി കുളിച്ച് റെഡിയായി ഇറങ്ങി. നോക്കിയാൻ ഇപ്പം എല്ലാവരും കുളിച്ച് റെഡിയായി കുറേ കൂടി സുന്ദരി മണികളായിട്ട് ഇറങ്ങിയത് കണ്ട. അങ്ങനെ കാത്തിരുന്ന് എടുത്തപ്പോൾ റെഡിയായാലും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടാ. അവിടെ നിന്ന് ഞങ്ങൾ ട്രാവലറിൽ അവിടെ വീട്ടിലെത്തിയിട്ടാ. അവിടെ അടുത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അവൾക്ക് ബൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും കൈ നീട്ടി നിൽക്കണ ആരും കൊണ്ടാന്ന് തോന്നുന്നു. അവളത് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ വീണ്ടും ബൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ബൊക്കൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറി. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ചന്ദനയ്ക്ക് കൊടുത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നിലവിളക്ക് പിടിച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു പിന്നീടുള്ള ചടങ്ങുകളൊക്കെ കേട്ടാ. പിന്നെ ഉണ്ടായ ചടങ്ങുകളൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാം കേട്ടാ. അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ വായിക്കണതൊക്കെ കേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മോതിരം മാറ്റത്തിലേക്ക് കടന്നു. പിന്നെ മോതിരം മാറി പിന്നെ വളയൊക്കെ ഇടിച്ച് കൊടുത്ത് അങ്ങനെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളൊരു 3 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ വെച്ചിട്ട് ഒന്നും കഴിക്കാണ്ട് ഇതേ കണ്ട കളിച്ചിരിക്കണത് കണ്ട. അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള അടി കണ്ട. വെച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം ചിത്തൂട്ടാൻ പോയി ഒരു ചായക്കട തപ്പി കണ്ടു. ചായയൊക്കെ കൂടി കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും ഭയങ്കര വെയില്. എല്ലാവരും വെയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് പല സ്ഥലങ്ങളും പല ഐഡിയകളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പൊരിയ വെയിലത്തും എല്ലാവരും ഒത്തുകൂടിയതിൻ്റെ സന്തോഷത്തിൽ പറയാത്ത പല കഥകളും പങ്കുവയ്ക്കാത്ത പല വിശേഷങ്ങളും പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. അധികം വൈകാതെ ഈ തൃക്കരിപ്പൂർ സ്റ്റേഷനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ വിട പറച്ചിൽ അധികം നാളേക്കുള്ളതല്ല. അധികം വൈകാതെ ഇതിലും കൂടുതൽ ആളുകളുമായി ഇതേ സ്റ്റേഷനിൽ ഞങ്ങൾ കല്യാണത്തിന് വന്നിറങ്ങുന്നതായിരിക്കും.